ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ടണൽ ബീച്ചിലാണ്. ടണൽ ബീച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു രൂപമാറ്റം വരുത്തിയിട്ടുണ്ട് ടണൽ ബീച്ചിനെല്ലാം മാറ്റം വരുത്തിയിരിക്കുന്നത്. ബീച്ചിലേക്ക് പോകുന്ന വഴി, കാർ പാർക്കിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ സർക്കാർ ഇവിടുന്ന് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് വെച്ചാൽ അതിനൊരു മാർഗം ഉണ്ടായിരുന്നില്ല. ആ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് DCC ഒരു ടോയ്ലറ്റ് സൗകര്യവും എല്ലാം അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് ടണൽ ബീച്ചിലേക്കുള്ള വഴി. ഇത് പഴയ കാർ പാർക്കിംഗ് ആയിരുന്നു. എൻട്രൻസാണ്, പുതിയ എൻട്രൻസാണിത്. ഈ എൻട്രൻസിലേക്കുള്ള ടൈമെല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. രണ്ട് സെക്ഷനായിട്ടാണ് കാർ പാർക്കിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 50-ൽ പരം വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വികലാംഗർക്കുള്ള പാർക്കിങ്, മോട്ടോർ സൈക്കിള്, കാറ്, ബസ്, അങ്ങനെ എല്ലാ പാർക്കിംഗ് ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. ടണൽ ബീച്ചിലേക്കുള്ള പുതിയ വാക്കിംഗ് റൂട്ട് മാപ്പാണിത്. കാർ പാർക്കിംഗ് എന്നുള്ള റൂട്ട് മാപ്പ്. ഇവിടെ ഒരു പുതിയ വ്യൂ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. പുതിയതായിട്ട് 2 വ്യൂ പോയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടൊരു വ്യൂ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. പുതിയ വഴി കാരണം ആളുകളുടെ കയറ്റിറക്കം സുഗമമാക്കിയിട്ടുണ്ട്. ഈ വഴിയുടെ കാഠിന്യം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. തെളിഞ്ഞ അന്തരീക്ഷമാണ്. ഇത് പുതിയ വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല ഭംഗിയായി ടണൽ ബീച്ച് കാണാം. ഒരുപാട് ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. സെൻക്ലെയർ ബീച്ചിനും സെൻകിൽഡ ബീച്ചിനും നടുവിലാണ് നമ്മുടെ ടണൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. സെൻക്ലെയർ ബീച്ചിൽ നിന്ന് 2.5 കിലോമീറ്ററും സെൻകിൽഡ ബീച്ചിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്ററും അകലെയാണ് നമ്മുടെ ഈ ടണൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. പഴയ വഴി അനുസരിച്ച് ഏകദേശം 1.5 കിലോമീറ്റർ ദൈർഘ്യമായിരുന്നു എൻട്രൻസിൽ നിന്ന് ടണൽ ബീച്ചിലേക്ക്. എന്നാൽ ഇപ്പോഴത്തെ പുതിയ വഴി അനുസരിച്ച് ഏകദേശം 2.5 കിലോമീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. നല്ല തിരയുള്ള ദിവസമാണിന്ന്.
ഇത് കോസ്റ്റഫീൻ റൂട്ടിലൂടെ പോയി ബ്ലാക്ക് ഹെഡ് റോഡിലാണ് ഈ ടണൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പസഫിക് ഓഷ്യൻ്റെ സൈഡിലാണ് നമ്മുടെ ടണൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. തിരകളെല്ലാം ഇങ്ങനെ പാറയിലടിച്ചിട്ടുള്ള ആ എക്കോ അതിഗംഭീരമാണ്. ചുറ്റും ചെറിയ ഫെൻസുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. ടണൽ ബീച്ചിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് മാത്രം കുറച്ച് പച്ചപ്പ് കാണുന്നുണ്ട്. ബാക്കി എല്ലാ ഭാഗവും ഡ്രൈ ആയിട്ട് ഉണ്ട്. കൃത്യമായ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ട്രാക്കിൽ കൂടെ തന്നെ പോവുക. ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഇത് ഓൾറെഡി ഉണ്ടായിരുന്ന വ്യൂ പോയിൻ്റ് തന്നെയാണ്. ഹൈ ടൈഡാണ്. നല്ല തിരയുണ്ടെന്ന്. തിര ഇങ്ങനെ നമ്മളെ മാടി വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നും. കണ്ണിന് കുളിർമയേകുന്ന അതിമനോഹരമായ കാഴ്ചകളിലൊന്നാണ് ഈ തിരയിളക്കം. തീരത്തേക്ക് അലതല്ലി കയറാൻ വെമ്പൽ കൊള്ളുന്ന തിരകളിവിടെ കാണാം. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ് ഈ കടൽ. അവയർനെസ് കൊടുത്തിട്ടുണ്ട്. ഹൈ ടൈഡ് ഉള്ളപ്പോൾ നിങ്ങൾ താഴത്തേക്ക് ഇറങ്ങരുത്, കാരണം അത് സുരക്ഷിതമല്ല. ഇതാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ചു വന്ന ടണൽ. നമ്മളിങ്ങോട്ട് ഇറങ്ങി വന്നാൽ മാത്രമേ ഈ ടണൽ കാണാൻ പറ്റത്തുള്ളൂ. മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ടണൽ കാണാൻ കഴിയത്തില്ല. ഇതൊരു മാൻമെയ്ഡ് ടണലാണ്. 1870 ക്യാപ്റ്റൻ വില്യം കാർബീൻ്റെ മകനായ ജോൺ കാർബി നിർമ്മിച്ചതാണിത്. ഇതിൻ്റെ ആർക്കിടെക്ട്
ഫ്രാൻസിസ് പീറ്ററാണ്. ഇത് ജോൺ കാർഗിൽ സ്വന്തം ഫാമിലിക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. തെന്നലുള്ള സ്ഥലമാണ്. കടലിങ്ങനെ ആർത്തിറമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭംഗി വേറെയാണ്. കണ്ടിങ്ങനെ ഇരിക്കാൻ തോന്നുന്നുണ്ട്. ഒരു വൻ ഫോസിൽ കോട്ട എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഒരു വലിയ കോട്ടയ്ക്ക് നടുക്ക് നിൽക്കുന്ന ഒരു ഫീലിംഗാണ് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ. ചുറ്റും വൻ കല്ലുകൊണ്ടുള്ള ഭയങ്കര വലിയൊരു കോട്ടയ്ക്ക് നടുക്കാണ് ഇപ്പം നിൽക്കുന്നത്. ഒരു സൈഡ് കടൽ. ഇത് നമ്മൾ ഇറങ്ങി വന്ന ടണലാണത്. അത് നേരെ ഇറങ്ങി വരുന്നത് കുറേ കൽക്കൂട്ടങ്ങളുടെ ഇടയിലേക്കാണ്. നേരെ ബീച്ച്. ജോൺ കാർഗിലിൻ്റെ 2 പെൺമക്കൾ ഇവിടെ നീന്തി കുളിക്കാനായിട്ട് ഇറങ്ങി മുങ്ങി മരിച്ചതായിട്ട് ഒരു ഐതിഹ്യമുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ ഇന്നും ആർക്കും അറിയത്തില്ല. വില്യം കാർഗിലിന് 8 ആൺമക്കളുണ്ട്. അതിൽ ഒരാളാണ് ഈ ടണൽ പണിത ജോൺ കാർഗിൽ. എന്തായാലും ജോൺ കാർഗിൽ സാമ്പത്തികമായിട്ട് തകർന്ന് അദ്ദേഹം അവസാനം ഈ നാട് വിടുകയാണ് ചെയ്തത്. അദ്ദേഹം എവിടെ പോയെന്നോ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്നോ ആർക്കും അറിയത്തില്ല. അദ്ദേഹം അതിനുശേഷം തിരിച്ചു വന്നിട്ടില്ല. ആർത്തിരുമ്പുന്ന കടൽ എന്നും മനുഷ്യഹൃദയത്തിൻ്റെ ഒരു വികാരമാണ്. കടൽ കാണാൻ ആഗ്രഹിക്കാത്തവർ ആരും തന്നെ കാണത്തില്ല. ജോൺ കാർഗിൽ ഈ ടണൽ പണിയുമ്പോൾ ഇതിങ്ങനെ സ്റ്റെപ്പുകളൊന്നുമില്ലായിരുന്നു. 1983 കോൺക്രീറ്റ് കൊണ്ടുള്ള സ്റ്റെപ്പുകൾ പണിത ശേഷം ഇത് പബ്ലിക്കിന് കൊടുക്കുകയായിരുന്നു. അതുവരെ ഇത് കാർഗിൽ ഫാമിലിയുടെ സ്വന്തം സ്വകാര്യ സ്വത്തായിരുന്നു. ഇന്നേതായാലും ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്.
ചെളിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നടന്നു വരുവാനും സുഖമായിരുന്നു. ഇത് പ്രകൃതിദത്തമായ ഒരു ടണലാണ്. ജോൺ കാർഗിൽ പണിത ടണലിന് 60 മീറ്റർ നീളമുള്ളതായിട്ടാണ് കണക്കുകൾ പറയുന്നത്. ടണൽ ബീച്ചിന് ചുറ്റുമുള്ള ഈ മുട്ടക്കുന്ന് ഈ ടണൽ ബീച്ചിൻ്റെ സൗന്ദര്യത്തെ എടുത്തു കാണിക്കുന്നു. കരയിലേക്ക് തിരയടിച്ച് കയറാൻ വേണ്ടിയിട്ട് വെമ്പിൽ കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാം. തിരയിളക്കത്തിൻ്റെ സൗന്ദര്യം അത് ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് ഇതൊരു ഉപകാരമാവുകയും അത് ഉപകാരമാകട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിടെ 2 പക്ഷികൾ ഇരിപ്പുണ്ട്. ഇത് പഴയ റൂട്ടാണ്. യാത്രയുടെ സമാപനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്.